ഹലോ, വെൽക്കം ടു CC പ്ലസ്. എൻ്റെ പേര് അഞ്ജന. നമുക്ക് എക്സാംസ് ഒക്കെ ആവാറായി. നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കും കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ക്ലാസ് 10-ലെ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന്. അതിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ഐസോമറിസം എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എൻറ്റയർ സെക്ഷൻ ആയിരിക്കും നമ്മൾ ഇന്ന് കൊടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന് പറയുന്നതാണ് നമ്മളുടെ ടോപ്പിക്. ക്ലാസ് 10-ലെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വരുന്ന ഒരു ഏരിയയാണ് ഇത്. ഇതിനകത്തെ ഐസോമറിസം ആയിരിക്കും നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. CH3, CH2, CH2, CH3 ആൻഡ് സെക്കൻഡ് കോമ്പൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് CH3, CH2, 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 OH. ദെൻ തേർഡ് തന്നിരിക്കുന്നത് CH3, CH2, O, CH2, CH3. ദെൻ ഫോർത്ത് തന്നിരിക്കുന്നത് CH3, CH2, CH3. അപ്പം 4 ഓർഗാനിക് കോമ്പൗണ്ട്സ് നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് ഐഡന്റിഫൈ ദി ഐസോമറിക് പെയർ ഇൻ ദ ഗിവൻ കോമ്പൗണ്ട്. ഈ 4 കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നിരിക്കുന്നതിൽ ഏതാണ് ഐസോമറിക് പെയർ? രണ്ടാമത്തത് നെയിം ദ ഐസോമറിസം. നമ്മൾ ഐസോമറിക് പെയറിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേത് ഐസോമറിസം ആണ് ഉള്ളതെന്ന് നമ്മൾ പറയണം. ദെൻ ഹൗ മെനി ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ കോമ്പൗണ്ട് 1? ഒന്നാമത്തെ കോമ്പൗണ്ടിന് എത്ര നമ്പർ ഓഫ് ഐസോമേഴ്സ് ഉണ്ട്, എത്ര തരത്തിൽ നമുക്ക് ഐസോമേഴ്സ് ആയിട്ട് അതിനെ എഴുതാനായിട്ട് പറ്റും ഫസ്റ്റ് കോമ്പൗണ്ടിന്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ, നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഐസോമറിസം എന്ന് പറയുന്ന ഏരിയ. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഐസോമറിസം, അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ഐസോമേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഐസോമറിസം ഐഡൻറ്റിഫൈ ചെയ്യാം, അതേപോലെ എങ്ങനെ ഐസോമറിക് പെയേഴ്സിനെ തിരിച്ചറിയാം, ഇനി ഒരു പെർട്ടിക്കുലർ ഓർഗാനിക് കോമ്പൗണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഐസോമറിസം നമുക്ക് ആ ഒരു കോമ്പൗണ്ടിൽ നമുക്ക് ഡിഫറെൻറ്റ് ഐസോമേഴ്സ് ആയിട്ട് അതിനെ എഴുതാം. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഐസോമറിസം, അല്ലെങ്കിൽ എന്താണ് ഐസോമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ഐസോമേഴ്സ്. അപ്പോൾ എന്താ പറയുന്നത്? കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല, അതായത് നമുക്ക് 2-3 കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് തരികയാണ്, നമ്മുടെ അടുത്ത് പറയാണ് ഇതിനകത്ത് ഏതാണ് ഐസോമർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം ഇതിലെ ഓരോ കോമ്പൗണ്ട്സിൻ്റെയും, ഓരോ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെയും മോളിക്കുലർ ഫോർമുല എടുത്തെഴുതുക. എന്നിട്ട് ഏതിൻ്റെയൊക്കെ മോളിക്കുലർ ഫോർമുലയാണ് സെയിം ആയിട്ട് വരുന്നത് അവരെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല, പക്ഷെ എന്താണ് അവിടെ വരുന്ന ഡിഫറൻസ്? ബട്ട് ഡിഫറെൻറ്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ഐസോമേഴ്സ്. ആൻഡ് ഈ ഒരു ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഐസോമറിസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലർ ഫോർമുല, ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, സെയിം മോളിക്കുലർ ഫോർമുലയാണ്. അതേസമയം അവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആവുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ഐസോമറിക് കോമ്പൗണ്ട്സ്. ആൻഡ് ആ ഒരു ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഐസോമറിസം. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കാം. CH3, CH2, CH2, CH3 അറിയായിരിക്കും. ഇതിനകത്ത് 4 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. 4 കാർബൺ ആറ്റത്തിനെ ഇങ്ങനെ നിരത്തി ഒരു ചെയിനായിട്ട് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐസോമേഴ്സിനെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, എല്ലാവർക്കും ഇടയ്ക്കും, ഓരോ ഗ്രൂപ്പിനിടയ്ക്കും ഒരു സിംഗിൾ ബോണ്ടാണുള്ളത്. അതായത് അവർ ആൽക്കീൻ ഫാമിലിയിൽ പെട്ട ആൾക്കാരാണ്. ഈ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേരെന്താ? 4 കാർബൺ ആറ്റം വരുന്ന ആൽക്കൈൻ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണിത്. ഇതിൻ്റെ പേര് ബ്യൂട്ടെയിൻ എന്നാണ്. ഓക്കെ, ബ്യൂട്ടെയിൻ ആൽക്കൈൻ ആയതുകൊണ്ടാണ് ലാസ്റ്റ് നമ്മൾ
4 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് ബ്യൂട്ട് ചേർത്തു. ആൻഡ് ഇതിൽ വരുന്നത് ഓരോന്നിനും ഇടയ്ക്ക് വരുന്നത് സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് വരുന്നത് ആൽക്കെയിൻ ഫാമിലിയിലാണ്. സോ നമ്മൾ ANE ചേർക്കും. സോ ബ്യൂട്ടെയിൻ എന്ന് പേര് വരും. എനിവേ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് മോളിക്കുലാർ ഫോർമുലയാണ്. സോ നമുക്ക് നോക്കാം. ആദ്യത്തെ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എടുത്തു. ഇതിനകത്ത് എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് നോക്കുക. എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് നോക്കാം. ഇവിടെ നമുക്ക് ഒരു കാർബൺ ഉണ്ട്. ആൻഡ് ഇത് നമ്മുടെ രണ്ടാമത്തെ കാർബൺ, ഇത് നമ്മുടെ മൂന്നാമത്തെ കാർബൺ, ഇത് നമ്മുടെ നാലാമത്തെ കാർബൺ. ഓക്കെ, അതായത് കാർബണിന്റെ എണ്ണം ഇവിടെ 4 വന്നേക്കണേ. C4 ആണ് വന്നിരിക്കണേ. ഇനി നോക്കാം ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ടെന്ന് ടോട്ടൽ കൗണ്ട് ചെയ്ത് അത്രയേ ഉള്ളൂ. അതായത് ഹൈഡ്രജന്റെ നമ്പറാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. കാരണം ഇവിടെ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കാർബണിനെയും ഹൈഡ്രജനെയും മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, സോ 5 ഹൈഡ്രജനായി. പ്ലസ് ഇവിടെ 2 എണ്ണം, സോ 5 + 2 7. ഇനി ഇവിടെ 3 എണ്ണം, സോ 7 + 3 10. ഹൈഡ്രജന്റെ നമ്പർ 10. സോ C4H10 എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല വരുന്നത്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ സെക്കൻഡ് കോമ്പൗണ്ട് ആണ്. സെക്കൻഡ് കോമ്പൗണ്ട് നോക്കിയേ, ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്? കാർബൺ ഉണ്ട്, ദെൻ ഓഫ് കോഴ്സ് ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഒരാളും കൂടെ വരുന്നുണ്ട്. ആരാ? ഓക്സിജൻ. ഓക്സിജനെ മറന്നു പോകരുത്. ഓക്സിജനും കൂടെ എഴുതിയാലാണ് കറക്റ്റ് ആയിട്ടുള്ള മോളിക്കുലാർ ഫോർമുല കിട്ടുള്ളൂ. സോ നമ്മുടെ കയ്യിൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ആൻഡ് വി ഹാവ് ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇനി കാർബണിന്റെ നമ്പർ എഗെയിൻ കൗണ്ട് ചെയ്ത് എഴുതാം. 1 2 3 4. 4 കാർബൺ ഉണ്ട്. ഇനി ഹൈഡ്രജന്റെ എണ്ണം കൗണ്ട് ചെയ്യാം. ഇവിടെ 3, ഇവിടെ +2 5, 5 + 2 7, 7 + 2 9, 9 + 1 OHന്റെ കൂടെയുള്ള ഹൈഡ്രജനെയും കൂടി നമ്മൾ കൗണ്ട് ചെയ്യണം. സോ 3 + 2 5, 5 + 2 7, 7 + 2 9, 9 + 1 10. 10 ഹൈഡ്രജൻ, 10 ഹൈഡ്രജൻ. ഇനി ഓക്സിജന്റെ നമ്പർ കൗണ്ട് ചെയ്യാം. ഇവിടെ ആകെ ഒരു ഓക്സിജൻ ആണുള്ളത്. സോ ഓക്സിജന്റെ നമ്പർ 1. സോ C4H10O1 ഈസ് ഈ കോമ്പൗണ്ട്. നമുക്ക് ഈ തന്നിരിക്കുന്ന സെക്കൻഡ് കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല C4H10O1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റത്തെ കോമ്പൗണ്ടും സെക്കൻഡ് കോമ്പൗണ്ടും എന്തല്ല, സെയിം അല്ല. ഒന്ന് സെയിം അല്ല ഓഫ് കോഴ്സ്, ആൻഡ് അവരുടെ മോളിക്കുലാർ ഫോർമുല എന്തല്ല, സെയിം അല്ല. കാരണം ഇവിടെ C4H10 ആണ് നമുക്ക് മോളിക്കുലാർ ഫോർമുല കിട്ടിയത്. ഇവിടെ C4H10 ഉണ്ട്, അതിന്റെ കൂടെ ഒരു ഓക്സിജനും കൂടി ഉണ്ട്. സോ ഇവരുടെ രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം അല്ല, അവർ ഐസോമേഴ്സ് അല്ല. അപ്പൊ നമുക്ക് ഇനി തേർഡ് ഓർഗാനിക് കോമ്പൗണ്ട് നോക്കാം. ഇവിടെ നോക്കിയാലും കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. സോ നമ്മൾ കാർബൺ എഴുതുന്നു, ദെൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇനി എത്രേശ് വീതം കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്ത് എഴുതണം. സോ കാർബൺ ഇവിടെ 1 2 3 and 4. 4 കാർബൺ ആണുള്ളത്. സോ C4 എന്ന് നമ്മൾ എഴുതി. ആൻഡ് ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതാം. 3 + 2 5, 5 + 2 7, 7 + 3 10. സോ ഹൈഡ്രജന്റെ നമ്പർ 10 ആണ്. ആൻഡ് ഓക്സിജന്റെ നമ്പർ നമുക്ക് കൗണ്ട് ചെയ്ത് എഴുതണം. സോ ഓക്സിജന്റെ നമ്പർ 1 ആണ്. സോ C4H10O1. നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ C4H10O1 ആണ് തേർഡ് കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല കിട്ടിയത്. ആൻഡ് സെക്കൻഡ് കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുലയും നമുക്ക് C4H10O1 ആണ് കിട്ടിയത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി മോളിക്കുലാർ ഫോർമുല രണ്ടുപേരുടെയും, സെക്കൻഡ് കോമ്പൗണ്ടിന്റെയും തേർഡ് കോമ്പൗണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. C4H10O1 ആണ് രണ്ടുപേർക്കും മോളിക്കുലാർ ഫോർമുല കിട്ടിയത്. എന്നിരുന്നാലും ഈ രണ്ട് അതായത് സെക്കൻഡ് 2 and 3 ആണ് നമുക്കിപ്പോൾ കിട്ടിയേക്കണ ഐസോമറിക് പെയർ നമുക്ക് കിട്ടിയത്. കാരണം രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഒന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്താ, ഒരാളിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത് OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ആ കോമ്പൗണ്ടിന് നമ്മൾ ആൽക്കഹോൾ എന്നാണ് വിളിക്കുക. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും O ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത് അല്ലേ. 2 ആൽക്കൈൽ ഗ്രൂപ്പുകളിലേക്ക് ഓക്സിജൻ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള കോമ്പൗണ്ടുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈഥർ.
ഓക്കെ, സോ ഇവിടെ ഈതറും ഇവിടെ ആൽക്കഹോളും ആണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വന്നിരിക്കുന്നത്. സോ എന്താണ്, ഇവർ രണ്ടുപേരും കെമിക്കലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞത് ഐസോമറിസത്തിൽ ഡെഫിനേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു അവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. കാരണം അവരിൽ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്താണ് പ്രത്യേകത, അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഐസോമേഴ്സിനെ മനസ്സിലായി. ഇനി ജസ്റ്റ് ഫോർത്ത് കോമ്പൗണ്ടിൻ്റെയും കൂടി മോളിക്കുലാർ ഫോർമുല നമ്മൾ എഴുതുകയാണ്. ഇവിടെ എണ്ണിക്കഴിഞ്ഞാൽ മനസ്സിലാവും കാർബണിൻ്റെ എണ്ണം 3. ഇവിടെ 1 2 3. സോ കാർബൺ 3 എണ്ണം ഉണ്ട്. പിന്നെ ആകെയുള്ളത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ നമ്പർ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 + 2 5, 5 + 2 8. 3 + 2 5, 5 + 2 8. C3H8. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ C4H10 ആണ്, ഇവിടെ C4H10O1 ആൻഡ് C4H10O1, ഇവിടെ C3H8. സോ ആകെ ഒരു ഐസോമറിക് പെയറേ നമുക്ക് ഇവിടെ ഉള്ളൂ. അത് ഏതാണ്, സെക്കൻഡ് കോമ്പൗണ്ടും തേർഡ് കോമ്പൗണ്ടും ആണ്. അവരുടെ മോളിക്കുലാർ ഫോർമുല വന്നത് C4H10O1 ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഐഡന്റിഫൈ ദ ഐസോമറിക് പെയർ ഇൻ ദ ഗിവൺ കോമ്പൗണ്ട്. നമ്മുടെ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ ബി. ഓപ്ഷൻ അല്ല, കോമ്പൗണ്ട് 2 ആൻഡ് കോമ്പൗണ്ട് 3 ആണ് നമ്മളുടെ ഐസോമറിക് പെയർ ആയിട്ട് വന്നത്. നെയിം ദ ഐസോമറിസം ആൻഡ് ഹൗ മെനി ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ കോമ്പൗണ്ട് 1. അപ്പോൾ ഏതാണ് ഐസോമറിസം എന്ന് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മോളിക്കുലാർ ഫോർമുല സെയിം ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചു. അതേപോലെ തന്നെ അത് എന്താണ് മോളിക്കുലാർ ഫോർമുല വന്നേന്നുള്ളതും കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമുക്ക് അതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ് അതിൽ വരണേന്നുള്ളത് കണ്ടെത്തണം. സോ നമുക്കത് നോക്കാം. അതിന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഐസോമറിസം ഉണ്ട് എന്നുള്ളത് പഠിക്കണം. ആദ്യത്തത് ചെയിൻ ഐസോമേഴ്സ്. ഐസോമറിസത്തിൽ ഒന്നാമത്തെ ടൈപ്പാണ് ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. സോ കോമ്പൗണ്ട്സ് വിത്ത് സെയിം മോളിക്കുലാർ ഫോർമുല. നമുക്കറിയാം ഐസോമറിസത്തിന്റെ ഡെഫിനേഷൻ തന്നെയാണ് ചെയിൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. ഇനി എന്താണ് ഡിഫറൻസ് എന്നാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോണേ. ബട്ട് പോസസ് എ ഡിഫറൻസ് ഇൻ ദ ചെയിൻ സ്ട്രക്ചർ ആർ കോൾഡ് ചെയിൻ ഐസോമേഴ്സ്. അതായത് മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷേ അവിടെ വരുന്ന ചെയിൻ സ്ട്രക്ചറിലാണ് ഡിഫറൻസ് വരണേ എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഐസോമേഴ്സിനെ വിളിക്കുന്ന പേരാണ് ചെയിൻ ഐസോമേഴ്സ്. സോ ചെയിൻ ഐസോമേഴ്സ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമേഴ്സിനകത്ത് എല്ലാത്തിലും ഐസോമേഴ്സ് ആയതുകൊണ്ട് തന്നെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. ഇനി ഡിഫറൻസ് എന്താണ് വ്യത്യാസം എന്നുള്ളത്, അല്ലെങ്കിൽ ഡിഫറൻസ് എന്താണ് വരണേന്നുള്ളതാണ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ഇവിടെ ചെയിൻ ഐസോമേഴ്സിൽ ഡിഫറൻസ് വരുന്നത് എന്താണ്, ചെയിൻ സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസ് ആണ്. ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ അതിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്, 1 2 3 4 കാർബൺ ആറ്റംസ് വരുന്ന ലോങ്ങസ്റ്റ് ചെയിൻ, അല്ലെങ്കിൽ 4 കാർബൺ ആറ്റംസ് വരുന്ന ഒരു ചെയിൻ ആണ് ഈ ഒരു കോമ്പൗണ്ടിലുള്ളത്. ഓക്കെ, അതേസമയം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നോക്കിയേ, ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ എടുത്തു. ഈ ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എന്താ വരിക, ഇവിടെ കാർബണും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. കാർബണിന്റെ നമ്പർ 1 2 3 4, 4 കാർബൺ. ആൻഡ് ഹൈഡ്രജന്റെ നമ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ 3 + 2 5, 5 + 2 7, 7 + 3 10. C4H10 ആണ്. ഇനി ഇവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ഇവരുടെ മോളിക്കുലാർ ഫോർമുല നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2-methyl propane ആണ് ഈ ഒരു കോമ്പൗണ്ട്, ഇത് നോർമൽ ബ്യൂട്ടൈൻ ആണ് കോമ്പൗണ്ട്. സോ ഈ 2-methyl propaneനകത്ത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെയും കാർബണും ഹൈഡ്രജനും തന്നെയാണുള്ളത്. സോ കാർബണിന്റെ നമ്പർ 1 2 3 4, 4 കാർബൺ. ഹൈഡ്രജന്റെ നമ്പർ 3 + 3 6, 6 + 3 9, 9 + 1 10. C4H10. രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. പക്ഷെ എന്താ വ്യത്യാസം, ഇവിടെ ഈ പറഞ്ഞ 4 കാർബൺ ആറ്റത്തിനും ഒരൊറ്റ, അതായത് എല്ലാം കണക്റ്റഡ് ആക്കി എഴുതി വെച്ചിരിക്കുകയാണ്. ലോങ്ങസ്റ്റ് ചെയിനിൽ 4 കാർബൺ ഉണ്ട്. അതേസമയം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ. മനസ്സിലായോ, ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ. ആ ലോങ്ങസ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്, 3 എണ്ണം ഉണ്ട്. ഇനി 4ാമത്തെ കാർബൺ ആറ്റം ഈ രണ്ടാമത്തേന്ന് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ 4ാമത്തേന്ന് കണക്റ്റഡ്, അല്ലെങ്കിൽ 2ാമത്തെ കാർബൺ ആറ്റത്തിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടാണ് ഈ 4ാമത്തെ കാർബൺ ആറ്റം വന്നിരിക്കുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടാണ്. ലോങ്ങസ്റ്റ് ചെയിനിൽ 3 കാർബൺ ആറ്റംസ് ഉണ്ട്. അതിലെ ആ 3 കാർബൺ ആറ്റത്തിലെ ലോങ്ങസ്റ്റ് ചെയിനിലെ 2ാമത്തെ കാർബൺ ആറ്റത്തിന്റെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടാണ് ഒരു CH3 ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. സോ ഇവിടെ ലോങ്ങസ്റ്റ് ചെയിനിൽ 4ഉം
ലോങ്സ്റ്റ് ചെയിനിൽ 3 ആണുള്ളത്. സോ ആ ചെയിൻ്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ആ ചെയിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഐസോമറിസത്തിനെയാണ് നമ്മൾ ചെയിൻ ഐസോമറിസം എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫങ്ഷണൽ ഐസോമേഴ്സ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ് ഫങ്ഷണൽ ഐസോമേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്ന് പറയുന്നത്. സോ ഇവിടെയും നമ്മൾ ഐസോമറിസം ആണ് പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഐസോമേഴ്സിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. മോളിക്യുലർ ഫോർമുല സെയിം ആണ്. സോ അതന്നെയാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പറയണേ, കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്യുലർ ഫോർമുല. ഇനി ഫങ്ഷണൽ ഐസോമേഴ്സിന് എന്താ വ്യത്യാസം? ചെയിൻ ഐസോമേഴ്സിൽ നമ്മൾ പറഞ്ഞു ചെയിനിന്റെ സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസ് ആണ്. ഫങ്ഷണൽ ഐസോമേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ വരുന്ന ഡിഫറൻസ് എന്താണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ഇൻ ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. നേരത്തെ ചെയിൻ ഐസോമേഴ്സിൽ നമ്മൾ പറഞ്ഞു ഡിഫറൻസ് ഇൻ ദ ചെയിൻ സ്ട്രക്ചർ ആണ്. ഫങ്ഷണൽ ഐസോമേഴ്സിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പിൽ വരുന്ന ഡിഫറൻസ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പിൽ വരുന്ന ഡിഫറൻസ് ആണ് ഫങ്ഷണൽ ഐസോമറിസം ഉണ്ടാവാനുള്ള കാരണം. അവിടെയും മോളിക്യുലർ ഫോർമുല സെയിം തന്നെയാണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. CH3CH2OH OH ആണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ആൽക്കഹോൾ ഗ്രൂപ്പ്. ഇതിന്റെ പേരെന്താണ്? ഈ ഒരു കോമ്പൗണ്ടിന്റെ പേരെന്താ? എത്തനോൾ എന്ന് പറയുന്നതാണ് നമ്മുടെ കോമ്പൗണ്ടിന്റെ പേര്. കാരണം 2 കാർബൺ ആറ്റംസ് ആണുള്ളത്. അപ്പോൾ എത്തന് വരും. പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആയതുകൊണ്ട് ആൽക്കഹോൾ ഓൾ ചേർക്കണം. സോ എത്തനോൾ എന്ന് പറയുന്നതാണ് ഈ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഈഥർ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. മെത്തോക്സി മീഥെയ്ൻ എന്നുള്ളതാണ് ഇതിന്റെ പേര്. ഓക്സി, അതായത് ഈഥർ വരുമ്പോൾ നമ്മൾ ഓക്സി ചേർക്കും. സോ മെത്തോക്സി മീഥെയ്ൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട്. ഓക്കെ, എനിവേ നമ്മൾ ഇതിൻ്റെ ഫോർമുല ഇതാണ്. സോ ഇവിടെ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആണുള്ളത്. കാർബണിൻ്റെ നമ്പർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1 2 2 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ്റെ എണ്ണം നോക്കിയാൽ 3 + 2 5 5 + 1. ഈ ഹൈഡ്രജനെ കാണാണ്ട് പോകരുത്. 5 + 1 6. ഓക്സിജൻ്റെ നമ്പർ 1. സോ C2H6O1 ആണ് ഇതിൻ്റെ മോളിക്യുലർ ഫോർമുല. ആൻഡ് ഇതിൻ്റെ മോളിക്യുലർ ഫോർമുല നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഇവിടെ കാർബൺ ഉണ്ട്, എഗെയിൻ ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഉള്ളത് ഓക്സിജൻ ആണ്. ഓക്കെ, കാർബണിൻ്റെ നമ്പർ ഇവിടെയും 2 ആണുള്ളത്. ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ. ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കിയാൽ ഇവിടെ 3, ഇവിടെ 3. സോ 6 ഉണ്ട്. ഓക്സിജൻ നമ്പർ 1 ആണ്. സോ C2H6O1 ആണ് 2 കേസിലും മോളിക്യുലർ ഫോർമുല വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു ആൽക്കഹോൾ ഗ്രൂപ്പും ആൻഡ് ഇവിടെ വന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഈഥർ ഗ്രൂപ്പിൻ്റെയാണ്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്ന് ആൽക്കഹോൾ ഗ്രൂപ്പും ഒന്ന് ഈഥർ ഗ്രൂപ്പുമാണ്. ആ ഫങ്ഷണൽ ഗ്രൂപ്പിൽ വരുന്ന ഡിഫറൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഐസോമറിസത്തിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഐസോമറിസം. ഓക്കെ, അടുത്തത് പൊസിഷൻ ഐസോമേഴ്സ് ആണ്. പൊസിഷൻ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയിൻ ഐസോമറിസം പറഞ്ഞു. ചെയിൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെയിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഐസോമറിസത്തിനെയാണ് നമ്മൾ ചെയിൻ ഐസോമറിസം എന്ന് പറയുന്നത്. രണ്ടാമത് പഠിച്ചത് ഫങ്ഷണൽ ഐസോമറിസം ആയിരുന്നു. ഫങ്ഷണൽ ഐസോമറിസത്തിലെ വ്യത്യാസം ഫങ്ഷണൽ ഗ്രൂപ്പിൽ വരുന്ന ഡിഫറൻസ് ആണ്. തേർഡ് വൺ ഇസ് പൊസിഷൻ ഐസോമേഴ്സ്. പൊസിഷൻ ഐസോമേഴ്സ് ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം, മോളിക്യുലർ ഫോർമുല എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. പിന്നെ എവിടെയാണ് ഡിഫറൻസ് തന്നെ എന്നുള്ളത് നോക്കാം. If the position of the functional group is different in 2 compounds having again the same molecular formula and the same functional group, then they are position isomerism. അതായത് പൊസിഷൻ ഐസോമറിസത്തിൽ ശ്രദ്ധിക്കണം, എടുക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് അതെന്ത് തന്നെയായിരിക്കണം? സെയിം ആയിരിക്കണം. ഫങ്ഷണൽ ഐസോമറിസത്തിൽ നമ്മൾ പറഞ്ഞു ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. പക്ഷെ പൊസിഷൻ ഐസോമേഴ്സ് അങ്ങനെയല്ല. പൊസിഷൻ ഐസോമേഴ്സിൽ നമ്മൾ എടുക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് 2 കോമ്പൗണ്ടിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിരിക്കണം, മോളിക്യുലർ ഫോർമുല സെയിം ആയിരിക്കണം. പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഡിഫറെൻ്റ് ആയിരിക്കണം. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഡിഫറെൻ്റ് ആയിരിക്കണം. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഡിഫറെൻറ്റും മോളിക്യുലർ ഫോർമുല ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിമുമായിട്ട് വരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐസോമേഴ്സിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ പൊസിഷൻ ഐസോമേഴ്സ്. എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഈ 2 കേസ് നോക്കുക. ഓക്കെ, ഇവിടെ കാർബണിൻ്റെ നമ്പർ എത്രയാ? കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ് ഉള്ളത്. ആൻഡ് ഇവിടെയും കാർബണും ഹൈഡ്രജനും ഓക്സിജനാണ് ഉള്ളത്. കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. കാർബണിൻ്റെ നമ്പർ കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ കാർബൺ 1 2 3 3 കാർബൺ ഉണ്ട്. ആൻഡ് ഹൈഡ്രജൻ്റെ നമ്പർ എണ്ണിയിട്ടുണ്ടെങ്കിൽ 3 + 2 5 5 + 2 7 7 + 1 8. ആൻഡ് ഓക്സിജൻ്റെ നമ്പർ കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1.
ഇനി ഇപ്പുറത്തെ ഇനി നോക്കുക, CH കാർബണിൻ്റെ നമ്പർ 1 2 3 കാർബൺ. ഹൈഡ്രജൻ്റെ നമ്പർ കൗണ്ട് ചെയ്താൽ 3 + 1 4 4 + 3 7 7 + 1 8 ആൻഡ് ഓക്സിജൻ നമ്പർ 1. സോ C3H8O1 തന്നെയാണ് മോളിക്കുലാർ ഫോർമുല കിട്ടിയിരിക്കണം. സോ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. ഇനി പൊസിഷൻ ഐസോമേഴ്സ് ആണോ എന്ന് നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒന്നാമത് പറഞ്ഞത് ഐസോമേഴ്സ് ആയതുകൊണ്ട് മോളിക്കുലാർ ഫോർമുല സെയിം ആവണം. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഐസോമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എടുത്തിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുകൾ സെയിം ആയിരിക്കണം. നോക്കി, ഇവിടെയും OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇവിടെയും OH ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പും സെയിം ആണ്. അടുത്തത് നോക്കേണ്ടത്, ഇനി സെയിം മോളിക്കുലാർ ഫോർമുലയായി, അതേപോലെ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പുമായി. ഇനി എന്താ ഡിഫറൻസ് വേണ്ടത്? പൊസിഷൻ. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പൊസിഷൻ ഡിഫറെൻ്റ് ആയാൽ മാത്രമാണ് പൊസിഷൻ ഐസോമേഴ്സ് ആവുള്ളൂ. സോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ ഇതാണ്, ഇതിലെ ലാസ്റ്റ് കാർബണിലേക്ക് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എഗെയിൻ 3 കാർബൺ ആറ്റംസ് ഉണ്ട്, അതിലെ രണ്ടാമത്തെ കാർബണിലേക്ക് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതിന്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പ്രൊപ്പൻ 1 ഓൾ ആണ് ഇത് പ്രൊപ്പാൻ 2 ഓൾ ആണ്. അതായത് ഇതിനകത്ത് രണ്ടാമത്തെ കാർബണുമേയാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഒന്നാമത്തെ കാർബൺ ആറ്റത്തുമേക്കാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ OH ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ എടുത്തിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ വ്യത്യാസപ്പെട്ടത് കൊണ്ട് വരുന്ന ഐസോമറിസത്തിനെയാണ് പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഐസോമറിസം. നോക്കിയേ, CH3 CH2 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 OH ആണ് ഒരെണ്ണം, CH3 CH2O CH2 CH3. ഇവർ രണ്ടുപേരുമാണ് നമ്മളുടെ ഐസോമറിക് പെയർ എന്നുള്ളത് നമ്മൾ കണ്ടെത്തി. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് നെയിം ദ ഐസോമറിസം. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത് OH ഉം ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത് O യും ആണ്. സോ ഫങ്ഷണൽ ഗ്രൂപ്പിൽ വരുന്ന ഡിഫറൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഐസോമറിസം ആയതുകൊണ്ട് ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസത്തിനുള്ള എക്സാമ്പിൾ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൗ മെനി ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ കോമ്പൗണ്ട് 1? ഒന്നാമത്തെ കോമ്പൗണ്ട്, അതായത് ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ കോമ്പൗണ്ട്, നോർമൽ ബ്യൂട്ടൈൻ ആണ് കോമ്പൗണ്ട്. അതിന് എത്ര ഐസോമേഴ്സിനെ വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കാം, CH3 CH2 CH2 CH3 ഇതാണ് നമ്മളുടെ നോർമൽ ബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന ഈ C4H10 എന്ന് പറയുന്ന ബ്യൂട്ടൈന് നമുക്ക് ഒരു തരത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇനി എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? സോ ദാറ്റ് മോളിക്കുലാർ ഫോർമുല സെയിം വരും വേണം. സോ C4H10 ആണ് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല. ഇനി വേറെ ഏതെങ്കിലും രീതിക്ക് നമുക്കിതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ നോക്കാം, ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ലോങ്ങസ്റ്റ് ചെയിനിൽ 4 കാർബൺ ആറ്റംസ് ഉണ്ട്. ഞാനിനി എന്ത് ചെയ്യാൻ പോവാണ്? ലോങ്ങസ്റ്റ് ചെയിനിൽ 3 കാർബൺ ആറ്റത്തിനെ വരയ്ക്കാൻ പോവാം. ലോങ്ങസ്റ്റ് ചെയിനിൽ 3 കാർബൺ ആറ്റത്തിനെ വരച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തം 4 കാർബൺ ആറ്റം വേണം, അതിൽ 3 എണ്ണത്തിന് ലോങ്ങസ്റ്റ് ചെയിനിൽ വരച്ചു. ഇനി 4ാമത്തേന് ഞാൻ സെക്കൻഡ് കാർബണിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരച്ചു. ഓക്കെ, ഇനി നമുക്ക് ഹൈഡ്രജൻസിനെ ആഡ് ചെയ്യാം. ഇവിടെ വാലൻസി നമുക്കറിയാം, കാർബണിൻ്റെ വാലൻസി 4 ആണ്. സോ ഈ കാർബണിനെ സംബന്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വാലൻസി ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. സോ ഇനി 3 എണ്ണം ഹൈഡ്രജൻ വന്നാലാണ് കാർബണിൻ്റെ വാലൻസി 4 ആവുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഈ കാർബണിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വാലൻസി സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയും അതിന് എന്ത് വേണം? 4 എണ്ണാക്കാനായിട്ട് 3 ബോണ്ടും കൂടെ ഫോം ചെയ്യണം. അത് ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യും. സോ CH3 ഇവിടെയും വരും. ഇനി ഈ കാർബൺ നോക്കിയിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഈ കാർബണിൻ്റെയും ബാലൻസ് ശരിക്കും 4 വരണം. അതിൽ ഒരെണ്ണം സാറ്റിസ്ഫൈഡ് ആണ്. സോ 3 ഹൈഡ്രജൻ വരും. ഇനി ഈ കാർബൺ നോക്കിയിട്ടുണ്ടെങ്കിൽ 1 2 3 3 വാലൻസീസ് സാറ്റിസ്ഫൈഡ് ആണ്. സോ ഒരു ഹൈഡ്രജൻ ആവശ്യമാണ്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഫോം 4 ബോണ്ട് ഫോം ചെയ്ത് അതിൻ്റെ വാലൻസി 4 ആക്കാൻ പറ്റും. സോ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ദിസ് ഇസ് 2-methyl propane. ആൻഡ് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല നോക്കിയിട്ടുണ്ടെങ്കിൽ കാർബൺ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 കാർബൺ. ആൻഡ് ഹൈഡ്രജൻ നോക്കിയിട്ടുണ്ടെങ്കിൽ 3 + 3 6 6 + 3 9 9 + 1 10. സോ ഇതും C4H10 ആണ്, ഇതും C4H10 ആണ്. സോ ഈ പറഞ്ഞ ഒന്നാമത്തെ കോമ്പൗണ്ടിനെ നമുക്ക് ഈ രീതിയിലും അറേഞ്ച് ചെയ്യാം, അതേപോലെ തന്നെ
ഈ ഒരു രീതിക്കും അറേഞ്ച് ചെയ്യാം. ഇവിടെ രണ്ടുപേരുടെയും കേസിൽ C4H10 എന്ന് പറയുന്ന മോളിക്കുലർ ഫോർമുല വരുന്നുണ്ട്. ആൻഡ് സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് ഡിഫറെൻ്റ് ആണ്. ഇത് ചെയിൻ ഐസോമറിസത്തിനുള്ള എക്സാമ്പിളാണ്. കാരണം എന്താ, ഇവിടെ ലോങ്ങസ്റ്റ് ചെയിനിൽ 4 കാർബൺ ആറ്റവും ഇവിടെ ലോങ്ങസ്റ്റ് ചെയിനിൽ 3 കാർബൺ ആറ്റവും ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ഔട്ട് ഐസോമറിക് പെയർസ് എന്നുള്ളത്. ഒരു 6 ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പേരല്ല, സ്ട്രക്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് വച്ചിട്ട് ഇതിലേതാണ് ഐസോമറിക് പെയർസ് എന്നുള്ളത് കണ്ടെത്തുക. ഓക്കെ, ഒന്നും ചെയ്യാനില്ല, മോളിക്കുലർ ഫോർമുല കണ്ടെത്തുക. എന്നിട്ട് ആ മോളിക്കുലർ ഫോർമുല ഏതിനൊക്കെയാണ് സെയിം ആയിട്ട് വരുന്നത് അവരായിരിക്കും ഐസോമറിക് പെയർസ്. അത് മാത്രം എഴുതിയാൽ പോരാ, ഏത് ടൈപ്പ് ഐസോമേഴ്സ് ആണ് അവർ, പൊസിഷൻ ആണോ, ഫങ്ഷൻ ആണോ, ഫങ്ഷണൽ ഗ്രൂപ്പ് ആണോ, അതോ ചെയിൻ ഐസോമേഴ്സ് ആണോ അവർ വരണേന്നുള്ളതും കൂടി ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുക. അത് കമൻ്റായിട്ട് നിങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കറിയായിരിക്കും ഈ ഒരു 10th എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് ഇനി +1 അഡ്മിഷൻ കിട്ടാനായിട്ടും നല്ല കോഴ്സുകൾ സെലക്ട് ചെയ്യാനായിട്ടും ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത് നിങ്ങളുടെ 10th മാർക്കാണ്. സോ നമ്മുടെ CC+ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. A+ മന്ത്ര ബാച്ച് എന്നാണ് ബാച്ചിൻ്റെ പേര്. നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് കിട്ടും. ഡെയിലി നമുക്ക് ലൈവുകൾ ഉണ്ടായിരിക്കും. വീക്ക്ലി എക്സാംസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ സ്പെഷ്യൽ മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് സീറ്റ്സാണ് ഇനി ബാക്കിയുള്ളത്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക, നന്നായിട്ട് പഠിക്കുക. സോ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. ഐസോമേഴ്സ് എന്ന് പറയുന്നതായിരുന്നു ടോപ്പിക്ക്. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് A+ മന്ത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ 10th ക്ലാസ്സസ് മാത്രമല്ല, നമ്മളിവിടെ LKG to 12th വരെയുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CBSE സ്റ്റേറ്റ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എത്രയും പെട്ടെന്ന് CC+ലേക്ക് ജോയിൻ ചെയ്യുക. കാരണം നിങ്ങളുടെ എക്സാംസൊക്കെയും അടുത്ത് കഴിഞ്ഞു. നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ്സസ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാലാണ് നമുക്ക് അത്രയും മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. സോ CC+ അങ്ങനെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിലായിരിക്കും ക്ലാസ് എടുക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക. സോ നമുക്ക് കോൺടാക്ട് നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, 9496949929. സോ എന്തെങ്കിലും ക്വയറീസ് ഉണ്ട്, അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.